10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 മുതൽ 6 വരെയുള്ള പാരഗ്രാഫാണ് പറഞ്ഞിരുന്നത്. മാർത്ത എന്ന പെൺകുട്ടി വളരെ ബ്രില്യൻ്റ് ആയിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. അവൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പക്ഷേ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് സംഭവിച്ചു. ഒരിക്കൽ അവൾ ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് അവൾ കേൾക്കാനിട 2 അധ്യാപകർ തമ്മിലുള്ള തർക്കം കേൾക്കാനിടയായി. ഒരധ്യാപകൻ പറയുന്നു സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയ്ക്ക് കൊടുക്കണം, കാരണം മാർത്തയാണ് അതിന് അർഹതപ്പെട്ട ആൾ. മറ്റൊരു അധ്യാപകൻ പറയുന്നു അത് മാർത്തയ്ക്ക് കൊടുക്കണ്ട, പകരം ജോവന് അഥവാ ജോണിന് കൊടുത്താൽ മതി, കാരണം ആ കുട്ടിയുടെ അച്ഛന് ബോർഡിലെ അംഗമാണ്, പട്ടണത്തിൽ സ്വന്തമായിട്ടൊരു സ്റ്റോറുണ്ട്. ഇങ്ങനെ പറഞ്ഞു നിർത്തി. തൊട്ടടുത്ത ദിവസത്തേക്കുള്ള ഭാഗമാണ് 7ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. 7ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഇറ്റ് സീംഡ് എ ക്രൂവൽ ഇൻസിഡൻസ്. ഇത് അവൾക്ക് ഒരു ക്രൂരമായ ഒരു സംഭവമായിട്ട്, യാദൃശ്ചിക കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ സമയത്ത് സംഭവിക്കുന്ന അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന. ദാറ്റ് ഐ ഹാഡ് ഓവർ ഹിയർഡ് ദാറ്റ് കോൺവെർസേഷൻ. ഞാൻ ആ സംഭാഷണം ഒളിഞ്ഞിരുന്ന് കേൾക്കാൻ ഇടയായത്, അത് തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഞാനത് കേൾക്കാൻ ഇടയായത്. കാരണം ഇവളൊരിക്കലും അങ്ങനൊരു സംഭാഷണം അവിടെ ഉണ്ടെന്ന് കരുതിയിരുന്നില്ല. അപ്പോൾ അവളുടെ ക്ലാസ്സിലേക്കുള്ള വരവും അധ്യാപകർ പറയുന്ന ആ വാക്കുകൾ കേൾക്കലും തികച്ചും കോയിൻസിഡൻസിനാണ്. എന്താ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായിട്ട് ഉണ്ടായതാണ്, ഒരിക്കലും കരുതാതെ ഉണ്ടായതാണ് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് ഡേ, തൊട്ടടുത്ത ദിവസം, വെൻ ദ പ്രിൻസിപ്പൾ വാസ് കാൾഡ് മീ. എന്നെ പ്രിൻസിപ്പാൾ എന്ത് ചെയ്യുന്നു, എന്നെ വിളിക്കുകയാണ്. ഇൻ ടു ഹിസ് ഓഫീസ്. എവിടേക്കാണ് വിളിപ്പിച്ചത്? ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഐ ന്യൂ വാട്ട് ഇറ്റ് വുഡ് ബി എബൌട്ട്. മാർത്ത പറയുന്നു, എനിക്കറിയാമായിരുന്നു പ്രിൻസിപ്പാൾ എന്തിനാണ് തന്നെ വിളിക്കുന്നത് എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഹി ലുക്ക്ഡ് അൺകംഫർട്ടബിൾ. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഞാൻ പ്രിൻസിപ്പാളുടെ മുറിയിലേക്ക് എത്തി. ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ ദിവസത്തെ സംഭവവും, 1ാമത്തെ ദിവസം മാർത്ത അധ്യാപകരുടെ സംഭാഷണം കേട്ടു, 2ാമത്തെ ദിവസം ഇവളെ പ്രിൻസിപ്പാൾ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. പ്രിൻസിപ്പാളെ കണ്ടു കഴിഞ്ഞാൽ അസ്വസ്ഥനായിരിക്കുന്ന, അൺകംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥനായിരിക്കുന്നതും അതുപോലെ തന്നെ ആൻഡ് അൺഹാപ്പി, വളരെ ദുഃഖിതനുമായിരിക്കുന്ന ഒരു പ്രിൻസിപ്പാളെയാണ് കണ്ടത് എന്നാണ് മാർത്ത പറയുന്നത്. ഐ ഡിസൈഡഡ്. ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു. ഐ വാസൻറ്റ് ഗോയിങ് ടു മേക്ക് അറ്റ് എനി ഈസിയർ ഫോർ ഹിം. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു, ഐ വാസൻറ്റ് ഗോയിങ് ടു മേക്ക് ഇറ്റ് എനി ഈസിയർ ഫോർ ഹിം. അങ്ങനെ അദ്ദേഹത്തിന് അത്ര എന്നെ നോക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. സോ ഐ ലുക്ക്ഡ് ഹിം സ്ട്രൈറ്റ് ഇൻ ദ ഐസ്. കാരണം ഇവൾക്ക് മാർത്തയെ സംബന്ധിച്ചിടത്തോളം ഇനി തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ അവൾ രണ്ടും കൽപ്പിച്ച് പ്രിൻസിപ്പാളെ നോക്കുകയാണ്. പക്ഷെ പ്രിൻസിപ്പാളുടെ മുഖത്ത് ഒരു അസ്വസ്ഥതയും കുറ്റബോധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രിൻസിപ്പാൾക്ക് മാർത്തയെ നോക്കാനേ സാധിക്കുന്നില്ല. കാരണം പ്രിൻസിപ്പാൾക്ക് തന്നെ അറിയാം ഇതൊരു തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഐ ലുക്ക്ഡ് ഹിം സ്ട്രൈറ്റ് ഇൻ ദ ഐസ്. മാർത്തയ്ക്ക് പ്രിൻസിപ്പാളുടെ കണ്ണിലേക്ക് നോക്കാൻ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു മടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹി ലുക്ക്ഡ് എവേ. മാർത്ത പ്രിൻസിപ്പാളെ നോക്കിയപ്പോൾ പ്രിൻസിപ്പാൾ മറ്റെവിടേക്കോ നോക്കി എന്നാണ് പറയുന്നത്. ആൻഡ് ഫിഡ്ജറ്റഡ്. അങ്ങനെ പ്രിൻസിപ്പാൾ ആംഗ്യം കാണിക്കും. ദ ഫിഡ്ജറ്റഡ് എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിക്കുക. എന്ത്? വിത്ത് ദ പേപ്പേഴ്സ് ഓൺ ഹിസ് ഡെസ്ക്. തൻ്റെ ഡെസ്കിൻ്റെ മുകളിലുള്ള പേപ്പറുകൾ നോക്കുന്നത് പോലെ അയാൾ കാണിക്കുക. എന്ത് പേപ്പറാണ് തിരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പ്രത്യേക ആവശ്യത്തിനൊന്നല്ല. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓഫീസിലേക്ക് ദിലീപ് ഉണ്ട് ഒരു സിനിമയിൽ, നമ്മുടെ എന്താ പറയുക, ദിലീപിൻ്റെ ഒരു സിനിമയിൽ കിങ് ലെയർ എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ട് അല്ലേ, തൻ്റെ ഓഫീസിലേക്ക് കുറച്ച് ആളുകൾ കയറി വരുന്ന സമയത്ത് താൻ അമേരിക്കയിലും മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ആംഗ്യം കാണിക്കുകയാണ്. അതേപോലെ പ്രിൻസിപ്പാൾ പേപ്പർ തരുന്നത് പോലെ കാണിക്കുകയാണ്. എന്നിട്ട് പ്രിൻസിപ്പാൾ പറയുകയാണ്, മാർത്ത എന്ന് വിളിച്ചു. ഹി സെഡ്. പ്രിൻസിപ്പാൾ പറഞ്ഞു. എന്നിട്ട് പറയാം, ദർ ഹാസ് ബീൻ എ ചേഞ്ച് ഇൻ പോളിസി ദിസ് ഇയർ. ഈ വർഷം ഒരു മാറ്റമുണ്ട് പോളിസിയിൽ, അതായത് സമ്പ്രദായത്തിൽ. അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്ന ഈ സമ്പ്രദായത്തിൽ ചെറിയ മാറ്റം ഉണ്ട് എന്നാണ് പറയുന്നത്.
ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല, എന്താണ് റിഗാർഡിങ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഇവിടെ റിഗാർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംബന്ധിച്ച്, എന്താ റിഗാർഡിങ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും സംബന്ധിച്ച് ഈ വർഷം ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷമൊന്നുമില്ല, ഈ വർഷം മാത്രമേ ചേഞ്ച് ഉള്ളൂ. ആസ് യു നോ, നിനക്കറിയില്ലേ മാർത്ത, ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഫ്രീ. ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് തികച്ചും ഫ്രീ ആണ്, സൗജന്യമാണ്. ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട്. പ്രിൻസിപ്പാൾ തൻ്റെ ത്രോട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ട ഒന്ന് ക്ലിയർ ചെയ്യുന്നു, അതായത് ഇതുപോലെ. ആൻഡ് കണ്ടിന്യൂഡ്, പ്രിൻസിപ്പാൾ സംസാരം തുടർന്നു. ദിസ് ഇയർ, ഈ വർഷം, ദ ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു ചാർജ് $15. ഈ വർഷം നമ്മുടെ സ്കൂളിലെ ബോർഡ് ഈടാക്കാൻ തീരുമാനിച്ചു, ചാർജ് ചെയ്യുക, എന്താ ഈടാക്കാൻ തീരുമാനിച്ചു, $15 ഇതിന് ഈടാക്കാൻ തീരുമാനിച്ചു. വിച്ച് സ്റ്റിൽ വോണ്ട് കവർ ദ കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് ദ ജാക്കറ്റ്. എന്നാൽ തന്നെ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ പൂർണ്ണമായ വില ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി, നല്ലൊരു മാർക്ക് കിട്ടി, നിങ്ങൾക്ക് അവാർഡ് തരികയാണ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന്. ആ അവാർഡ് നിങ്ങൾക്ക് തരുമ്പോൾ സ്കൂളുകാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾ നിങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ ഈ അവാർഡ് തരുന്നതിൻ്റെ പൈസ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രിൻസിപ്പാൾക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടണമല്ലോ മാർത്തേനെ പുറത്താക്കാൻ. കാരണം മാർത്തയ്ക്ക് ഇല്ലാത്തത് എന്താണ്? പണമാണ്. അവളോട് ചോദിച്ചത് എന്താണ്? പണമാണ്. ഐ സ്റ്റേഡ്, 8ാമത്തെ പാരഗ്രാഫ് നോക്കൂ. ഐ സ്റ്റേഡ് ഹിം ഇൻ ഷോക്ക്. മാർത്ത പ്രിൻസിപ്പാളെ സ്റ്റേഡ് തുറച്ചു നോക്കി, പ്രിൻസിപ്പാളെ തുറച്ചു നോക്കി. ആൻഡ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ. അവളുടെ ശബ്ദം കുറച്ച് നിരാശയിലായിരുന്നു ഉണ്ടായിരുന്നത്. നിരാശ, സൗണ്ട് ഓഫ് ഡിസ്മേ എന്ന് പറഞ്ഞാൽ നിരാശ. എസ്കേപ്ഡ് മൈ ത്രോട്ട്, തൊണ്ടയിലൂടെ എന്തോ ഒരു സങ്കടം അങ്ങോട്ട് പുറത്തേക്കാണ് പോവുക. തൊണ്ടയിൽ സങ്കടം വന്ന് നിൽക്കുന്നതൊക്കെ പറയില്ലേ, സങ്കടം വേദന പോലെ. ഐ ഹാഡിൻറ്റ് എക്സ്പെക്റ്റഡ് ദിസ്. എന്നിട്ട് മാർത്ത പറയുക, ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പ്രിൻസിപ്പാൾ ഇതിന് കൂട്ടു നിൽക്കുമെന്നൊരിക്കലും അവൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഹി സ്റ്റിൽ അവോയ്ഡഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ്. ഇപ്പോഴും പ്രിൻസിപ്പാൾ തന്നെ നോക്കുന്നതിൽ നിന്നും തൻ്റെ കണ്ണുകൾ മാറ്റി നിർത്തുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പാൾ ആരെ നോക്കുന്നില്ല, ഇതുപോലത്തെ ഡയലോഗ് പറയുന്നുണ്ടെങ്കിലും മാർത്തയെ നോക്കുന്നില്ല. കാരണം എന്താണ്? ഒരു അധ്യാപകൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പ്രിൻസിപ്പാൾ ചെയ്യുന്നത് എന്ന് പ്രിൻസിപ്പാൾക്ക് വ്യക്തമായ ബോധം ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാർത്തയെ ഫേസ് ചെയ്യാനൊരു മടിയുള്ളത്. അടുത്തത് 9ാമത്തെ പാരഗ്രാഫ് നോക്കാം. എന്തായിരുന്നു 9ാമത്തെ പാരഗ്രാഫിൽ? ഇവിടെ 8ാമത്തേൽ. സോ ഇഫ് യു ആർ അണേബിൾ ടു പേ ദ $15. ഇനി പ്രിൻസിപ്പാൾ പറയുകയാണ്, മാർത്ത, ഇഫ് യു ആർ അണേബിൾ, ഏബിൾ സാധ്യമാവുക, അണേബിൾ സാധ്യമാവുന്നില്ല. കണ്ടീഷണൽ ക്ലോസിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇഫ് യു ആർ അണേബിൾ ടു പേ $15 ഫോർ ദ ജാക്കറ്റ്. ആ സ്കോളർഷിപ്പ് ജാക്കറ്റിനുള്ള $15 നിനക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സാധിക്കില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഗിവൻ ടു ദ നെക്സ്റ്റ് വൺ ഇൻ ദ ലൈൻ. ആ ഒരു സീരീസിൽ അല്ലെങ്കിൽ ആ ഒരു വരിയിൽ ഒന്നാമത് മാർത്തയാണല്ലോ. അപ്പം മാർത്ത $15 കൊടുത്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ആൾക്ക് ഞങ്ങളിത് കൊടുക്കും എന്നാണ് പറയുന്നത്. ഐ ഡിഡൻറ്റ് നീഡ് ടു ആസ്ക് ഹു ദാറ്റ് വാസ്. അപ്പം മാർത്ത പറയണം, ആ രണ്ടാമത്തെ ആൾ അല്ലെങ്കിൽ അടുത്ത ആൾ ആരാണെന്നുള്ളത് മാർത്തയ്ക്ക് ഒരിക്കലും പ്രിൻസിപ്പാളോട് ചോദിക്കേണ്ടി വന്നില്ല. കാരണം അത് മാർത്തയ്ക്കെന്നെ അറിയാം, കാരണം അവൾ ആ സംഭാഷണം കേട്ടതാണ്. 9ാമത്തെ പാരഗ്രാഫിലോട്ട് വരാം. സ്റ്റാൻഡിങ് വിത്ത് ഓൾ ദ ഡിഗ്നിറ്റി. ഇതുപോലത്തെ കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന പ്രിൻസിപ്പാളുടെ മുന്നിൽ എല്ലാ മാന്യതകളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഐ കുഡ് മാസ്റ്റർ, ഞാൻ മന്ത്രിച്ചു. എന്താ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പിറുപിറുത്തു. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ്. എന്നിട്ട് പ്രിൻസിപ്പാളോട് പറഞ്ഞു, ഞാൻ ഇതേക്കുറിച്ച് എൻ്റെ മുത്തച്ഛനോട് പറയട്ടെ. എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ മുത്തച്ഛനാണ്, അച്ഛനല്ല. അച്ഛനെവിടെയാ? അച്ഛൻ ഒരുപാട് മക്കളെ നോക്കാനുണ്ട്. അപ്പോൾ അച്ഛന് സാമ്പത്തിക ചെലവ് സാധിക്കാത്തത് കൊണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോയതാണ് മാർത്തയെ. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മുത്തശ്ശനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ആൻഡ് ലെറ്റ് യു നോ ടുമോറോ. പ്രിൻസിപ്പാളെ ഞാൻ നാളെ തന്നെ അറിയിക്കാം. ഈ $15 മുത്തശ്ശൻ തരുമില്ലേ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ, ഞാൻ ചോദിച്ചിട്ട് നാളെ പറയാമെന്ന് പറഞ്ഞു. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം. വീട്ടിലേക്ക് പോകുന്ന വഴി ഞാൻ കരഞ്ഞു. കരഞ്ഞു. ഫ്രം ദ ബസ് സ്റ്റോപ്പ്,
ബസ് സ്റ്റോപ്പിൽ നിന്ന് പോകുന്ന വഴി അല്ലെ, അവൾ ബസ്സിൽ പോയി, ബസ് ഇറങ്ങി, ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്കുള്ള ആ യാത്രയിൽ അവൾ കരയുകയാണ്. ദ ഡേർട്ട് റോഡ് വാസ്, അഴുക്ക് പിടിച്ച പൊടിപടലങ്ങളുള്ള ആ റോഡ് ക്വാർട്ടർ മൈൽ, എന്താ ക്വാർട്ടർ മൈൽ എന്ന് പറഞ്ഞാൽ 1/4 മൈലുകളോളം ദൂരമുണ്ട് റോഡ് സൈഡിൽ നിന്ന്, ഹൈവേയിൽ നിന്ന്. ആ ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് അവൾ കരയുകയാണ്. സോ ബൈ ദ ടൈം, അങ്ങനെ ആ സമയം തന്നെ ഐ ഗോട്ട് ഹോം, ഞാൻ വീട്ടിലേക്ക് എത്തി. മൈ ഐസ് വെയർ റെഡ് ആൻഡ് പഫി, അന്നേരം എൻ്റെ കണ്ണ് ചുവന്ന് തുടുത്തിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പഫി എന്ന് പറഞ്ഞതാണ്, നമുക്കറിയാം ചില കുട്ടികൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് നേരം കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് വീങ്ങും, തടിച്ച് വീർത്തിരിക്കുന്നത് പോലെ തോന്നും. അതാണ് പഫി. റെഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാം എന്താണ് ചുവന്നിരിക്കുന്ന, അല്ല കുറേ നേരം കരഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് റെഡ് ആൻഡ് പഫിയാവും, ചുവന്ന് വീർത്തിരിക്കുക. വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ അവൾ ചോദിക്കുകയാണ്, വേർ ഈസ് ഗ്രാൻഡ് പാ, എവിടെയാണ് മുത്തശ്ശൻ എന്ന് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മ, ഞാൻ എൻ്റെ മുത്തശ്ശിയോട് ചോദിച്ചു. ലുക്കിംഗ് ഡൗൺ ആറ്റ് ദ ഫ്ലോർ, അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ എവിടെയാണ് നോക്കുന്നത്? ഫ്ലോറിലാണ്. എന്താ ഫ്ലോറിൽ നോക്കാൻ കാരണം? മുത്തശ്ശിയോട് ഞാൻ ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കിയ മുത്തശ്ശി തൻ്റെ കണ്ണുകൾ കലങ്ങി നിറഞ്ഞ കണ്ണുകൾ കാണും. അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് മാർത്ത താഴോട്ട് നോക്കിയത്. സോ അതുകൊണ്ട് ഷീ വുഡൻറ്റ് ആസ്ക് മീ, മുത്തശ്ശി ഒരിക്കലും എന്നോട് ചോദിക്കില്ല വൈ ഐ ഹാഡ് ബീൻ ക്രൈ, ഞാൻ എന്തിനാണ് കരഞ്ഞു എന്നുള്ളത് ഒരിക്കലും മുത്തശ്ശി ചോദിക്കില്ല. ഷി വാസ് സ്വീയിങ് എ ക്വിൽറ്റ്, മുത്തശ്ശി ഒരു പുതപ്പ് തുന്നുകയായിരുന്നു. സ്വീയിങ് എന്ന് പറയുന്നത്, സ്വീയിങ് എന്ന് പറഞ്ഞാൽ തുന്നുന്നു, എന്തോ ഒരു പുതപ്പ് തുന്നുകയാണ്. ആസ് യൂഷ്വൽ, എന്താ ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാൽ പതിവ് പോലെ. മുത്തശ്ശിയുടെ ഒരു വയസ്സായ ആളുകളുടെ സ്ഥിരം പരിപാടിയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുക പഴയ കാലത്ത്. ആൻഡ് ഡിഡൻറ്റ് ലുക്ക് അപ്പ്, ആ തുന്നുന്നത് കൊണ്ട് മുത്തശ്ശി തുന്നുന്നതിലേക്കാണ് ശ്രദ്ധിക്കുന്നത്, എന്നെ നോക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഐ തിങ്ക് ഹീസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദ ബീൻ ഫീൽഡ്, നമ്മുടെ പയറും പാടം അല്ലെങ്കിൽ നമ്മുടെ പയറുകൾ കുഴിച്ചിട്ട ഫീൽഡ്, വയലിലാവും മുത്തച്ഛൻ എന്ന് മുത്തശ്ശി പറയുകയാണ്. അവർക്ക് വയലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ആ സ്ഥലത്തായിരിക്കും എന്ന് പറഞ്ഞു. ഐ വെൻറ്റ് ഔട്ട് സൈഡ്, മാർത്ത പറയുന്നു, അങ്ങനെ ഞാൻ പുറത്ത് പോയി, മുത്തശ്ശനെ കണ്ടാലല്ലേ കാര്യം നടക്കുള്ളൂ. ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ ഫീൽഡ്സ്, വയലിലേക്ക് ഞാൻ നോക്കി. ദർ ഹി വാസ്, അവിടെ ഉണ്ടായിരുന്നു തൻ്റെ മുത്തച്ഛൻ. ഐ കുഡ് സീ ഹിം വാക്കിംഗ് ബിറ്റ്വീൻ ദ റോസ്, രണ്ട് വരമ്പുകൾക്കിടയിലൂടെ തൻ്റെ മുത്തച്ഛൻ നടക്കുന്നത് മാർത്ത കണ്ടു. ഹിസ് ബോഡി ബെൻറ്റ് ഓവർ ദ ലിറ്റിൽ പ്ലാന്റ്സ്, ആ ചെറിയ ചെടികൾക്കിടയിൽ തൻ്റെ ശരീരം കുനിച്ചിരിക്കുന്നു മുത്തശ്ശൻ. കുമ്പിട്ട് നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അതുപോലെ കുമ്പിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു. ബെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി, ശരീരം ബെൻഡാവുക എന്ന് പറഞ്ഞതാണ് വളയുക, വളഞ്ഞിരിക്കുക. ലിറ്റിൽ പ്ലാന്റ്സ്. ഹോ ഇൻ ഹാൻഡ്, കയക്കോട്ട്. എന്താ ഹോ എന്ന് പറഞ്ഞാൽ? കയക്കോട്ട്. ഒരു പാട്ടുണ്ടല്ലോ, കയക്കോട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയക്കോട്ടാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ, മുത്തശ്ശൻ്റെ കയ്യിൽ കയക്കോട്ടുണ്ട്. ഐ വാക്ക്ഡ് സ്ലോലി ഔട്ട് ടു ഹിം, ഞാൻ സാവധാനത്തിൽ തൻ്റെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് നടന്നു. ട്രൈങ് ടു തിങ്ക്, അപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഹൗ കുഡ് ഐ ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ ദ മണി, തൻ്റെ മുത്തശ്ശനോട് ഏറ്റവും നല്ല രീതിയിൽ, മാന്യമായ രീതിയിൽ എങ്ങനെ പണം ചോദിക്കാം. നമുക്കറിയാം, നമുക്കൊക്കെ പൈസ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ സോപ്പിട്ട് അല്ലേ നമ്മൾ മാന്യത കാണിക്കും. ആ സമയത്തൊരു മാന്യത കാണിക്കും, പ്രത്യേക സ്നേഹമൊക്കെ കാണിക്കും, എങ്ങനെയെങ്കിലും പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളും എങ്ങനെ ബെസ്റ്റായിട്ട് തൻ്റെ മുത്തശ്ശനോട് പണം ചോദിക്കാം എന്ന് അവൾ ചിന്തിച്ചു. ദർ വാസ് എ കൂൾ ബ്രീസ്, ആ വരമ്പിലൂടെ അല്ലെങ്കിൽ ആ വയലിലൂടെ ഇവൾ നടക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരുന്നു? കൂൾ ബ്രീസ്, നല്ല തണുത്ത ഇളം കാറ്റുണ്ടായിരുന്നു. ബ്ലോയിങ്, കാറ്റ് വീശുന്നു. ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ ബ്ലോയിങ് ഇൻ ദ വിൻഡർ പോയി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് എ സ്വീറ്റ് സ്മെൽ ഓഫ് മെസ്ക്വിറ്റ്, അവിടെ മെസ്ക്വിറ്റ് മരത്തിൻ്റെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. മെസ്ക്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരു മരമാണ്, നല്ല സ്മെല്ലൊക്കെ ഉള്ളൊരു മരമാണ്. ഫ്രൂട്ട് ഇൻ ദ എയർ, ഒരു പഴം അല്ലെങ്കിൽ എന്താ പറയുക, ഫലവൃക്ഷമാണ്. വായുവിൽ ആ മരത്തിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട്. ബട്ട് ഐ ഡിഡൻറ്റ് അപ്രീഷിയേറ്റ് ഇറ്റ്, പക്ഷേ ആ സ്മെല്ലൊന്ന് ആസ്വദിക്കാനുള്ളൊരു മനസ്സോ അല്ലെങ്കിൽ അവസ്ഥയോ ആയിരുന്നില്ല എനിക്ക് എന്ന് പറയുന്നു. ഐ കിക്ക്ഡ് അറ്റ് എ ഡേർട്ട് ക്ലോഡ്, അങ്ങനെ ഞാൻ
പാടത്തു കൂടെ നടന്നു പോകുന്ന സമയത്ത് പാടത്തുണ്ടായിരുന്ന മണ്ണിൻ്റെ കട്ടകളുണ്ടാവും. മണ്ണിൻ്റെ കട്ട, പാടത്തെ മണ്ണിന് ഒരു പ്രത്യേക കട്ടകളായിട്ടായിരിക്കും. അതാണ് ഡേർട്ട് എന്ന് പറഞ്ഞാൽ മണ്ണ്, പൊടി. ക്ലോഡ് എന്ന് പറഞ്ഞാൽ മണ്ണും കട്ട. അവൾ എന്ത് ചെയ്തു, അതിൽ കിക്കിഡ് എന്ന് പറഞ്ഞാൽ ചവിട്ടി എന്നാണ് പറയുന്നത്. ഐ വാണ്ടഡ് ദാറ്റ് ജാക്കറ്റ്. എന്നിട്ട് മാർത്ത പറയുകയാണ്, എനിക്ക് ആ ജാക്കറ്റ് വേണം, എനിക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് വേണം സോ മച്ച്. അത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്, എനിക്ക് നിർബന്ധമാണ്. സോ മച്ച്, വളരെയധികം നിർബന്ധമാണ്. ഇറ്റ് വാസ് മോർ ദാൻ ജസ്റ്റ് ബീയിങ് എ വാലഡിക്റ്റേറിയൻ. ഇത് ഒരു ക്ലാസ്സിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആൾ എന്നതിൽ ഉപരി, വാലഡിക്റ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ വൺ ഹൂ പെർഫോംഡ് ബെസ്റ്റ്. ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളെയാണ് നമ്മൾ എന്താ പറയുക, വാലഡിക്റ്റേറിയൻ എന്ന് പറയുന്നത്. ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാൾക്ക് കൊടുക്കുന്ന അവാർഡ് എന്നതിനേക്കാൾ ഉപരി ഗിവിങ് ലിറ്റിൽ താങ്ക് യു സ്പീച്ച് ഫോർ ദ ജാക്കറ്റ് ഓൺ ദ ഗ്രാജുവേഷൻ നൈറ്റ്. ആ അവാർഡ് ദാന രാത്രിയിൽ, ഗ്രാജുവേഷൻ നൈറ്റ് അവാർഡ് ദാന രാത്രിയിൽ എല്ലാവരോടും നന്ദി പറയാനുള്ള ഒരു പ്രസംഗം നടത്താനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അത്. ഇറ്റ് റെപ്രസെൻറ്റഡ്, കാരണം ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്, 8 years ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പെക്റ്റേഷൻ. തൻ്റെ 8 വർഷത്തെ ഹാർഡ് വർക്കിനെയും അതുപോലെ തന്നെ പ്രതീക്ഷ. എന്താ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം, എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഇത് മാർത്തയുടെ കഴിഞ്ഞ 8 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു അവസരമാണ്. അല്ലെങ്കിൽ ആ നാട്ടിലെ മുഴുവൻ ആളുകളും ഇവരെ അംഗീകരിക്കാൻ നിൽക്കുന്ന സമയമാണ്. ഐ ന്യൂ, എനിക്കറിയാമായിരുന്നു. ഐ ഹാഡ് ടു ബി ഹോണസ്റ്റ് വിത്ത് ഗ്രാൻഡ് പാ. തൻ്റെ മുത്തശ്ശനോട് സത്യസന്ധത കാണിക്കണം. ഇറ്റ് വാസ് മൈ ഓൺലി ചാൻസ്. ഇതെൻ്റെ ഒരേ ഒരു അവസരം ആണ്. ഇനി തനിക്ക് പൈസ തരാൻ തൻ്റെ അച്ഛൻ എന്തായാലും കഴിയില്ല, മുത്തശ്ശനെ സാധിക്കുകയുള്ളൂ. ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് വിട്ടുകൊടുക്കില്ല, പണം കൊടുത്തിട്ടാണെങ്കിൽ അത് സ്വീകരിക്കണം എന്നാണ് മാർത്ത പറയുന്നത്. കാരണം 8 വർഷത്തെ അധ്വാനമാണല്ലോ. സോ അങ്ങനെ മുത്തശ്ശൻ കണ്ടു മൈ ഷാഡോ ആൻഡ് ലുക്ക്ഡ് അപ്പ് മീ. മുത്തശ്ശൻ്റെ അടുത്ത് വന്നു നിന്നപ്പോൾ മുത്തശ്ശൻ ഇവളുടെ നിഴലാണ് ആദ്യം കണ്ടത്. അപ്പോൾ ആ നിഴൽ നോക്കിയപ്പോൾ ഇവളെ മുകളിലേക്ക് നോക്കി. ഇയാൾ കുമ്പിട്ട് നിൽക്കണല്ലോ, അപ്പം മുകളിലേക്ക് നോക്കിയപ്പോൾ മാർത്തയെ കണ്ടു. 11ാമത്തെ പാരഗ്രാഫ്. ഹി വെയിറ്റഡ് ഫോർ മീ ടു സ്പീക്ക്. മുത്തശ്ശൻ ഞാൻ എന്തെങ്കിലും പറയും എന്ന് കരുതിയിട്ട് കാത്തു നിന്നു. ഐ ക്ലിയർഡ് മൈ ത്രോട്ട്. ഞാൻ എൻ്റെ തൊണ്ടൊന്ന് ശരിയാക്കി, ക്ലിയറാക്കി എന്ന് പറയുന്നു. നെർവസ്ലി, എനിക്കൊരു ചെറിയൊരു പേടി, ഭയമൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ക്ലാസ്പ്ഡ് മൈ ഹാൻഡ്സ് ബിഹൈൻഡ് മൈ ബാക്ക്. ക്ലാസ്പ്ഡ് എന്ന് പറഞ്ഞാൽ മുറുകെ പിടിച്ചു. ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ കൈയടിക്കുക, ക്ലാസ്പ് എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുക. അവൾ അവളുടെ കൈകൾ രണ്ടും പിന്നിലേക്ക് കെട്ടിയിട്ടു എന്നാണ് പറയുന്നത്. എന്തിനാണ്? സോ ഹി വുഡൻറ്റ് സീ ദം ഷെയ്ക്കിങ്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ തൻ്റെ മുത്തശ്ശൻ ഈ കൈകൾ വിറയ്ക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയാണ് അവൾ കൈകൾ പിന്നിലേക്ക് പിടിച്ചത്. ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിറയ്ക്കുക, ഇളകുക എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എന്നിട്ട് അവൾ മുത്തശ്ശനോട് പറഞ്ഞു, ഗ്രാൻഡ് പാ, ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു. മുത്തശ്ശ, എനിക്ക് അങ്ങയോട് ഒരു ഉപകാരം ചോദിക്കാറുണ്ട്, ഒരു സഹായം. ഫേവർ എന്ന് പറഞ്ഞാൽ ഉപകാരം, ഹെൽപ്പ്. എന്താ ഫേവർ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, ഫേവർ എന്നാണ് വായിക്കേണ്ടത്. മുത്തശ്ശ, എനിക്കൊരു ഉപകാരം അങ്ങയോട് ചോദിക്കാനുണ്ട്. ഐ സെഡ് ഇൻ സ്പാനിഷ്. ഞാനത് ചോദിച്ചത് സ്പാനിഷ് ഭാഷയിലാണ്, കാരണം അവരുടെ ഭാഷ സ്പാനിഷാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആളുകളോട് ഇംഗ്ലീഷിലല്ല പറയുക, നിങ്ങൾ മലയാളത്തിലല്ലേ പറയുക, കാരണം നിങ്ങളുടെ ഭാഷ അതാണല്ലോ. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയുമെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും നമ്മളുടെ മലയാളത്തിലായിരിക്കും നമ്മൾ ചോദിക്കുക. അതുപോലെ അവരുടെ സ്പാനിഷ് ഭാഷയിൽ ചോദിച്ചു. ദ ഓൺലി ലാംഗ്വേജ് ഹി ന്യൂ. എൻ്റെ മുത്തശ്ശൻ അറിയുന്ന ഒരേ ഒരു ഭാഷ സ്പാനിഷാണ്. ആ സ്പാനിഷ് ലാംഗ്വേജിൽ ഇവൾ ചോദിച്ചു ഒരു സഹായം വേണം എന്നുള്ളത്. നോക്കാം അടുത്തത് എന്ത് പറയുന്നു എന്നുള്ളത്. 12ാമത്തെ പാരഗ്രാഫിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഹീ സ്റ്റിൽ വെയിറ്റഡ് സൈലൻ്റ്. അപ്പോഴും മുത്തശ്ശൻ വളരെ നിശബ്ദനായിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഐ ട്രൈഡ് അഗെയിൻ. ഞാൻ വീണ്ടും തുടർന്നു. ഗ്രാൻഡ് പാ. എന്നിട്ട് മുത്തശ്ശനോടും മാർത്ത പറയുന്നു, ഗ്രാൻഡ് പാ, മുത്തശ്ശ, ദിസ് ഇയർ, ഈ വർഷം
ദ പ്രിൻസിപ്പാൾ സെഡ്, ആ പ്രിൻസിപ്പാൾ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, പ്രിൻസിപ്പാൾ എന്നതിന് മുമ്പ് ദ എന്ന ആർട്ടിക്കിൾ ഉണ്ട്. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു സ്കൂളിൽ ഒരു പ്രിൻസിപ്പാളാണ് ഉണ്ടാവുക, രണ്ടാമത്തെ ആൾ വൈസ് പ്രിൻസിപ്പാളാണ്, അയാളും ഒന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരാളാവുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കണം. പദവിയുടെ കൂടെ, പേരിൻ്റെ കൂടെ ദ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ദ മാർത്ത എന്ന് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ദ ഗാന്ധിജി എന്ന് പറയാൻ പാടില്ല. പേരിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല, പക്ഷേ സ്ഥാനത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഒരാളാണെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ദ പ്രിൻസിപ്പൾ സെഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ. അപ്പോൾ ഇവൾ പറയണം, മുത്തശ്ശ ഇന്ന് എന്നെ പ്രിൻസിപ്പാൾ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ വർഷത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ അല്ല എന്നോട് പറഞ്ഞു. ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ്. ടു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസ ഈടാക്കുക, പണം ഈടാക്കുക. $15. മുത്തശ്ശ, ഈ വർഷത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്, അതിന് $15 ഈടാക്കാൻ തീരുമാനിച്ചു. ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദ മണി ഇൻ ടുമോറോ. നാളെ തന്നെ എനിക്ക് ആ പണം കൊണ്ടുപോകേണ്ടതുണ്ട്. അതർവൈസ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഗിവൺ ടു സംവൺ എൽസ്, അല്ലെങ്കിൽ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് മറ്റാർക്കെങ്കിലും കൊടുക്കും. ദ ലാസ്റ്റ് വേർഡ്സ് കെയിം ഔട്ട് ഇൻ ആൻ ഈഗർ റഷ്. അവസാനത്തെ ഈ വാക്കുകൾ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് വന്നത്. ഗ്രാൻഡ് പാ സ്ട്രൈറ്റൻഡ് അപ്പ്. കുമ്പിട്ട് നിന്ന അല്ലെങ്കിൽ കുനിഞ്ഞിരുന്ന മുത്തശ്ശൻ സ്ട്രൈറ്റൻഡ് അപ്പ്, നിവർന്നു നിന്നു എന്ന് പറയുന്നു. ആൻഡ് ടയേർഡ്ലി, മുത്തശ്ശന് വളരെയധികം ക്ഷീണമുണ്ട്. ആൻഡ് ലീനഡ് ഹിസ് ചിൻ, അദ്ദേഹം ചാരി വെച്ചു. ലീനഡ് എന്ന് പറഞ്ഞാൽ ചാരി വെച്ചു. ഹിസ് ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടി. ചിൻ എന്ന് പറഞ്ഞാൽ താടി. ചീക്ക് എന്ന് പറഞ്ഞാൽ കവിള്. ഓൺ ദ ഹോ ഹാൻഡിൽ, അതെ കൈക്കോട്ടിൻ്റെ പിടിയിൽ മുത്തശ്ശൻ്റെ താടി അല്ലെങ്കിൽ എന്ത് പറയുന്നു, താടി ഭാഗം ചാരി വയ്ക്കുന്നു. ഹി ലുക്ക്ഡ് ഔട്ട് ഓവർ ദ ഫീൽഡ്. മുത്തശ്ശൻ തൻ്റെ വയലിലേക്ക് മൊത്തത്തിലായിട്ടൊന്ന് നോക്കുന്നു. ദാറ്റ് വാസ് ഫില്ലഡ് വിത്ത്, അവിടെ ഒരുപാട് നിറഞ്ഞിരിക്കുകയാണ്. ടൈനി ഗ്രീൻ ബീൻ പ്ലാന്റ്സ്, തൻ്റെ ഒരുപാട് പയറ് ചെടികൾ വിളഞ്ഞു നിൽക്കുന്ന ആ പാടത്തേക്ക് മുത്തശ്ശൻ നോക്കുന്നു. ഐ വെയിറ്റഡ് ഡെസ്പറേറ്റ്ലി, ഞാൻ വളരെ നിരാശയോടുകൂടി കാത്തുനിന്നു. ഹോപ്പിംഗ്, പ്രതീക്ഷിച്ചു. ഹി വുഡ് സേ, തൻ്റെ മുത്തശ്ശൻ പറയുമെന്ന്. ഐ കുഡ് ഹാവ് ദ മണി, മുത്തശ്ശൻ്റെ കയ്യിൽ പണമുണ്ടാവും എന്ന് അവൾ പറയും എന്ന് കരുതി. ഹി ടേൺഡ് ടു മീ, അല്ലേ മുത്തശ്ശൻ എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു. ആൻഡ് ആസ്ക്ഡ് ക്വയറ്റ്ലി, എന്നോട് വളരെ ശാന്തമായിട്ട് ചോദിച്ചു. വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ? ചോദിച്ചു, മോളെ എന്താണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മുത്തശ്ശൻ ചോദിച്ചു. ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മാർത്തയുടെ മറുപടി ഇപ്രകാരമായിരുന്നു. ഐ ആൻസേർഡ് ക്വിക്ക്ലി, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. എന്തായിരുന്നു മറുപടി? മേ ബി ദർ വാസ് എ ചാൻസ്, കാരണം അത് എൻ്റെ ഒരേ ഒരു ചാൻസാണ്. ആ അവസരത്തിൽ മുത്തശ്ശനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അത് മുത്തശ്ശൻ മനസ്സിലാക്കിയിട്ട് എനിക്ക് പൈസ തന്നിട്ടില്ലെങ്കിൽ 8 വർഷത്തെ ആ ഒരു കഠിനാധ്വാനം വെറുതെ ആവും. ഇറ്റ് മീൻസ് യു ഹാവ് ഏൺഡ് ബൈ ഹാവിങ് ദ ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8 years. എന്നിട്ട് മുത്തശ്ശൻ പറയുകയാണ്, ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാർത്ത പറയുകയാണ്, തൻ്റെ 8 വർഷത്തെ കഠിനാധ്വാനം, അല്ലെങ്കിൽ കഴിഞ്ഞ 8 വർഷം താൻ കഠിനമായിട്ട് പഠിച്ച് ഏറ്റവും ഉയർന്ന ഗ്രേഡ് നേടിയതിന് അർഹതപ്പെട്ട ഒന്നല്ലേ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ്? why they are giving to, for 8 years and that is why they are giving it to you. അതുകൊണ്ടല്ല, മുത്തശ്ശൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ 8 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ നിനക്ക് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നത്? അതുകൊണ്ട് എന്താ പറയുക, അത് നിനക്ക് അർഹതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിനക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് അവർ തരുന്നത് എന്ന് മുത്തശ്ശൻ അവളോട് പറഞ്ഞു. അപ്പം കഴിഞ്ഞ 8 വർഷം അത് നിസ്സാരമായൊരു വർഷമേ അല്ല. മാർത്ത പറയുന്നു ഇപ്രകാരം, ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ 8 വർഷം നീ കഠിനാധ്വാനത്തോട് കൂടിയിട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് വാങ്ങിയത്
അതിനു വേണ്ടിയിട്ട് തരുന്നതാണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞു. ടു ലേറ്റ് റിയലൈസ്ഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈ വേർഡ്സ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് എനിക്ക് എൻ്റെ വാക്കുകളുടെ പ്രാധാന്യം മനസ്സിലായത്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാധാന്യം. ഗ്രാൻഡ്പ പറയുന്നു, ഗ്രാൻഡ്പ ന്യൂ ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എ മാറ്റർ ഓഫ് മണി. അപ്പോൾ മുത്തച്ഛൻ അറിയാമായിരുന്നു, എനിക്ക് മനസ്സിലായി എന്നുള്ളത്. അതായത് എന്ത്? ഇത് പണത്തിൻ്റെ വിഷയമല്ല എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് നേടേണ്ട ഒന്നല്ല ഇത്. ഇറ്റ് വാസ്ൻറ്റ് ദാറ്റ്, അങ്ങനെ ആയിരുന്നില്ല അത്. ഹി വെൻറ്റ് ബാക്ക് ടു ഹോയിങ് ദ വീഡ്സ്. മുത്തശ്ശൻ വീണ്ടും വീഡ്സ്, കളകൾ. എന്താ കളകൾ എന്ന് പറഞ്ഞാൽ പാഴ്ചെടി, അൺവാണ്ടഡ് പ്ലാന്റ്സ്, പാഴ്ചെടി. മുത്തശ്ശൻ വീണ്ടും കളകൾ പറിക്കാൻ പോയി, പുല്ലുകളൊക്കെ പറിക്കാൻ പോയി. ദാറ്റ് സ്പ്രാങ് അപ്പ് ബിറ്റ്വീൻ ദ ഡെലിക്കേറ്റ് ലിറ്റിൽ ബീൻ പ്ലാന്റ്സ്. അതായത് മുത്തശ്ശൻ്റെ ആ പയറുതൊടിയിൽ പരന്നു കിടക്കുന്ന ആ ഡെലിക്കേറ്റ് മൃദുലമായ ആ ചെറിയ പയറ് ഇടയിൽ കിടക്കുന്ന ആവശ്യമില്ലാത്ത ചെടികൾ കളയ്ക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ പോയി എന്ന് പറയുന്നു. ഇറ്റ് വാസ് ടൈം കൺസ്യൂമിങ് ജോബ്. മുത്തശ്ശൻ പറയുന്നു, ഈ കളകൾ പറിക്കുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ജോബ്, സമയം ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ജോലിയാണ്. സമയം ഒരു മൊത്തത്തിലുള്ളൊരു കാടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാകെ വലിച്ചു മാറ്റാം, ഒന്നാകെ വിട്ടാം. പക്ഷേ നല്ല നല്ല ചെടികളുണ്ടെങ്കിലോ നമുക്ക് വെട്ടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചെടിയുടെ ഓരോ വേര് പോവാതെ തണ്ട് മുറിയാതെ നോക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടി വരും. പക്ഷെ പണിയിട്ട് കാണൂല. അതാണ് ഈ കളകൾ പറിക്കുക എന്ന് പറയുന്ന ജോലിയുടെ ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയുന്നത്. ടൈം കൺസ്യൂമിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടി വരുന്ന. സംടൈംസ് ദ സ്മോൾ ഷൂട്ട്സ്, ചില സമയത്ത് ഈ ചെടിയുടെ ചെറിയ തലപ്പ്, ഷൂട്ട്സ് എന്ന് പറഞ്ഞാൽ തലപ്പ്, വെയർ റൈറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ, ഒരു ചെടിയുടെ തലപ്പ് മറ്റൊരു ചെടിയുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. ഫൈനലി ഹീ സ്പോക്ക്, അവസാനം മുത്തശ്ശൻ ഇവളോട് പറഞ്ഞു, as I turned to leave trying. മാർത്ത കരഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്തുനിന്ന് പോവുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, മാർത്ത ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് പണം കൊടുത്ത് വാങ്ങേണ്ട ഒന്നല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൾക്ക് സങ്കടമായി. അവൾ അവിടുന്ന് പോരാൻ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ അവളെ തടഞ്ഞു നിർത്തിയിട്ട് അവളോട് ഒരു ഡയലോഗും കൂടി അടിച്ചു. എന്താ പറഞ്ഞത്? ദെൻ ഇഫ് യു പേ ഫോർ ഇറ്റ്, നീ ഇതിന് പണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പേ എന്ന് പറഞ്ഞാൽ കൊടുക്കുക, പണം കൊടുക്കുക. മാർത്ത, ഇറ്റ് വാസ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. പിന്നെ ഇതെന്തല്ല, ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല എന്ന് പറയുകയാണ്. ആണോ എന്ന് അവളോട്, ഈസ് ഇറ്റ്, ആണോ എന്ന് മുത്തശ്ശൻ ചോദിക്കുക. ടെൽ യുവർ പ്രിൻസിപ്പാൾ, അതുകൊണ്ട് നീ നിൻ്റെ പ്രിൻസിപ്പാളോട് പോയിട്ട് പറയണം, ഐ വിൽ നോട്ട് പേ ദ $15, ഞാൻ ആ $15 ഇനി അടക്കില്ല എന്ന് നീ പ്രിൻസിപ്പാളുടെ അടുത്ത് പോയിട്ട് പറയണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഇവിടുത്തെ സെക്കൻഡ് പാർട്ട് ഈ വീഡിയോയുടെ ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. നമ്മുടെ സമയമായി കഴിഞ്ഞു, കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. പ്രിൻസിപ്പാൾ മാർത്തയെ വിളിപ്പിച്ചു. മാർത്തയോട് പറഞ്ഞു, $15 തന്നാൽ നിനക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് തരും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് പറയുന്നു. ഇത് മാർത്തയെ വളരെയധികം ദുഃഖിതയാക്കുന്നു. അവൾ പ്രിൻസിപ്പാളോട് പറയുന്നു, മുത്തശ്ശനോട് ചോദിച്ചിട്ട് വിവരം പറയാമെന്ന് പറയുന്നു. അങ്ങനെ വീട്ടിലേക്ക് കരഞ്ഞിട്ടാണ് വന്നതെങ്കിൽ പോലും മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ $15 തരൂ, സ്കോളർഷിപ്പ് ജാക്കറ്റിനാണെന്ന് പറയുന്നു. അപ്പം മുത്തശ്ശൻ പറയുന്നു, പണം കൊടുത്ത് വാങ്ങേണ്ട ഒന്നല്ല ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഇനി നീ അഥവാ പണം കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഇത് സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ആ ഭാഗം നിങ്ങൾ ഓർക്കണം. കാരണം പണം കൊടുത്തിട്ടല്ല വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, പണം കൊടുത്തിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഇത് സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല എന്നാണ് പറയുന്നത്. എന്താ അങ്ങനെ? സത്യത്തിൽ അത് സ്കോളർഷിപ്പ് ജാക്കറ്റാണ്. പണം കൊടുത്താലും പണം കൊടുത്തിട്ടില്ലല്ലോ അതും തന്നെയാണ്, സ്കോളർഷിപ്പ് ജാക്കറ്റാണ്. പക്ഷേ ആ ഒരു അർത്ഥത്തിലല്ല അത് നിങ്ങൾ കാണേണ്ടത്. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് ഒരു അംഗീകാരമാണ്, അല്ലേ? ഒരു അവാർഡ്, ഒരു അംഗീകാരമാണ്. അപ്പോൾ ഇനി ഒന്ന് വായിച്ചു നോക്കൂ. പണം കൊടുത്ത് വാങ്ങേണ്ടതല്ല സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊടുത്ത് വാങ്ങേണ്ടതല്ല അംഗീകാരം. ആണോ? മമ്മൂട്ടി ഒരു സിനിമയിലുണ്ട്, എന്താ പറയുക, തൃശ്ശൂർക്കാരനായിട്ടൊരു സിനിമയുണ്ടല്ലോ, എന്താ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾ അതിൽ പണം കൊടുത്ത് വാങ്ങേണ്ട ഒന്നല്ല എന്തെന്ന് പറയണത്,
ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ്. നമുക്ക് നമ്മളുടെ കഴിവുകൾ ഉണ്ടെങ്കിൽ സ്വയം നമ്മളെ തേടി വരേണ്ട ഒന്നാണ് ഇത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല, ചാനലുകളുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ നാട്ടിൽ ഈ പ്രമുഖ ചാനലുകളിൽ അവാർഡ് വിതരണം നടക്കാറുണ്ട്. ഏറ്റവും നല്ല സിനിമാ നിർമ്മാതാക്കൾക്കും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അവാർഡുകൾ കൊടുക്കാറുണ്ട്. ആ അവാർഡുകൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഈ അവാർഡുകൾ കിട്ടുന്നത് ആർക്കാണ്? ഈ പ്രമുഖ ചാനലുകളുടെ അവാർഡുകൾ, ഏഷ്യാനെറ്റ്, സൂര്യ ഇങ്ങനെയുള്ള ചാനലുകളുടെ അവാർഡ് കൊടുക്കുന്നത് എപ്പോഴും ജനപിന്തുണയുള്ള ആളുകൾക്കായിരിക്കും. ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള ആളുകൾക്ക്, ദിലീപ് ഇങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും അവാർഡുകൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോഴോ വിനായകൻ, സുരാജ് ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഇന്ദ്രൻസ് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് അവാർഡ് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലുള്ള ആളുകൾ പണം കൊടുത്ത് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് പ്രശസ്തർ, ഇപ്പം മമ്മൂട്ടിക്കും മോഹൻലാലിന് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ എന്താ ഗുണം? അത്രയും ആളുകൾ ആ ചാനൽ കാണും. മമ്മൂട്ടീനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത്രയും കാണും. പക്ഷെ അവാർഡ് ഇന്ദ്രൻസിന് കൊടുക്കുകയാണെങ്കിലോ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലുള്ള അത്ര തന്നെ ആരാധകരായിരിക്കും ഉണ്ടായിരിക്കില്ല, ഇന്ദ്രൻസിനോ അല്ലെങ്കിൽ വിനായകനോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെയൊക്കെ നമുക്കറിയാം പണമാണ് എല്ലാത്തിൻ്റെയും കാരണം. പണമുള്ളവന് എന്തും നേടാം. അതുതന്നെയാണ് ഈ കഥയുടെ ഒരു ഭാഗം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു.